ഒടുവിലിത കാക്കനാട്ടെ ജയിലിൽ ബോച്ചയെ കാണാനെത്തിയ ആ VIP അല്ലെങ്കിൽ പോലീസിലെ ഉന്നതൻ മധ്യമേഖല ജയിൽ DIG എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ഇക്കഴിഞ്ഞ നാളിൽ നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജയിൽ പ്രത്യേക സൗകര്യം ഒരുക്കിയതിൽ നടന്ന ഉന്നതതല അന്വേഷണത്തിലാണ് മധ്യമേഖല ജയിൽ DIG P അജയ് കുമാറാണ് ബോച്ചയെ കാണാൻ ജയിൽ എത്തിയതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടെ മധ്യമേഖല ജയിൽ DIGയോട് വിശദീകരണം ചോദിക്കാനായി ഇപ്പോൾ ജയിൽ DGPയെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതുമാത്രമല്ല, എത്രയും വേഗം അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. മധ്യമേഖല DIG കാക്കനാട് ജയിൽ സന്ദർശിച്ച് ബോബി ചെമ്മണ്ണൂരിന് പ്രത്യേകം സൗകര്യം ഒരുക്കിയെന്നാണ് വിവരങ്ങൾ. അതേസമയം തന്റെ പണി തെറിക്കുമെന്നായപ്പോൾ മധ്യമേഖല ജയിൽ DIG വിശദീകരണം നൽകാൻ എത്തുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ബോച്ചയെ തനിക്ക് മുൻപരിചയമുണ്ട്, അതുകൊണ്ട് തന്നെ സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ബോച്ചയെ വിളിച്ചു വരുത്തുകയായിരുന്നു, അതും സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ. താനൊരു പരാതി അന്വേഷിക്കാൻ കാക്കനാട് ജയിലിൽ പോയപ്പോഴായിരുന്നു സംഭവമെന്നാണ് വിശദീകരണം. താൻ എന്തെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ സഹായങ്ങൾ ബോച്ചയ്ക്ക് നൽകണമെന്ന് സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അജയ്കുമാർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ ആരോഗ്യസ്ഥിതി മാത്രമാണ് താനെന്ന് ചോദിച്ച് മനസ്സിലാക്കിയതെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഈ സമയത്ത് തന്റെ 2 സുഹൃത്തുക്കൾ ജയിലിന് പുറത്തുണ്ടായിരുന്നു. അവരുടെ പേര് ബാലകൃഷ്ണൻ, അഭിലാഷ് എന്നിങ്ങനെയായിരുന്നു. ഇവർ രണ്ടുപേരും ജയിലിന് പുറത്തായിരുന്നു. ഇവരകത്തേക്ക് പ്രവേശിപ്പിക്കണമെന്ന് സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇവരുടെ പേര് രേഖപ്പെടുത്താത്തതിന്റെ പിന്നിലെ കാരണം തനിക്കറിയില്ല എന്നും DIG ഇപ്പോൾ പ്രതികരിക്കുകയാണ്. ഇവരുടെ പേര് സന്ദർശക രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തതിന് ഉത്തരവാദി താൻ അല്ലെന്നും ജയിൽ മേധാവിക്ക് നൽകിയ വിശദീകരണത്തിൽ ഇപ്പോൾ അജയ്കുമാർ പറഞ്ഞു വെക്കുകയാണ്. അതേസമയം വടക്കാഞ്ചേരി സ്വദേശിയ ബാലകൃഷ്ണൻ ജയിലിലെ പല ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ള ആള് എന്ന വിവരങ്ങളും ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല, കൂടെ വന്ന അഭിലാഷ് ഒരു വ്യാവസായിയാണ്. ഈ പറഞ്ഞത് സത്യമാണോ എന്നതും ബോബി ചെമ്മണ്ണൂരിനെ കാണാൻ എത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാനായി ഇനി കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുമെന്നാണ് ജയിൽ വകുപ്പും പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ ജയിൽ ആസ്ഥാന DIGക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. കൂടുതൽ അന്വേഷണത്തിനായി കാക്കനാട് ജയിൽ DIG സന്ദർശിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. അതേസമയം ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ മാപ്പപേക്ഷ ഹൈക്കോടതി സ്വീകരിച്ചു. ജയിലിൽ നിന്നും ഇറങ്ങാത്ത നടപടിയിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസാണ് തീർപ്പാക്കിയത്. ബോച്ചയുടെ അഭിഭാഷകൻ നിരുപാധികമായുള്ള മാപ്പപേക്ഷ കോടതിയിൽ നൽകിയതോടെയാണ് കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അവസാനിപ്പിച്ചത്. മാത്രമല്ല, ജാമ്യം റദ്ദാക്കുന്നതടക്കമുള്ള കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കോടതി പോയില്ലെങ്കിലും ഇനിമേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് കർശന താക്കീതാണ് നൽകിയത്. ഇനി ഇത്തരത്തിൽ വാ തുറക്കരുതെന്ന് ബോബി ചെമ്മണ്ണൂരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. കൂടുതലൊന്നും പറയുന്നില്ലെന്നും കേസ് നടപടി അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞ് കോടതി ഇത് അവസാനിപ്പിക്കുകയായിരുന്നു. മറ്റുള്ള തടവുകാർക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും അത് അനുവദിക്കാനാകില്ലെന്നുമായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയതും. പ്രഥമദൃഷ്ട്യാ ബോബി ചെമ്മണ്ണൂരിന് തെറ്റുപറ്റി. ബോച്ച ഇന്ന് ഇറങ്ങിയാലും നാളെ ഇറങ്ങിയാലും കോടതിക്ക് കുഴപ്പമില്ല, എന്നാൽ കോടതിയെ വെല്ലുവിളിക്കുന്ന നിലപാട് അംഗീകരിക്കാനാകില്ല. ഇക്കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചെങ്കിലും ജയിലിലെ റിമാൻഡ് തടവുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടർന്നത്. ഇതാണ് കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നീട് ഇടയാക്കിയതും. വിഷയത്തിൽ നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് എന്നായിരുന്നു അഭിഭാഷകനും വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.